ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നോവയ്ക്കാണെങ്കിൽ ഈ ഉടുപ്പ് കെട്ടി കോലം കെട്ടുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ ദേഷ്യം ഫുള്ള് തീർക്കുന്ന അവളുടെ സ്വന്തം ചേച്ചിയോട്. എല്ലാം ചിരിയിലൊതുക്കി ചേച്ചി അവളെ വീണ്ടും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. ഓണമൊക്കെ അല്ലേ വരുന്നത്, നല്ല 2 ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അന്ന റോസിനെ നോവേനെ ഒരുക്കിയത്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ആളാണ് അന്ന റോസ്. പക്ഷേ നോവേനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവൾക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ഞങ്ങളോട് തീർക്കുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവസരം കിട്ടുമ്പോൾ പാവം അന്ന റോസിനോട് തീർക്കും. കുഞ്ഞേച്ചിയല്ലേ, ക്ഷമിക്കേണ്ടത് അവളല്ലേ, അതുകൊണ്ട് തന്നെ വീണ്ടും സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കാൻ അന്ന റോസുണ്ട്. അതുകൊണ്ട് ആരും പറയാതെ തന്നെ അന്ന റോസ് എല്ലാ കാര്യങ്ങളെയും പെട്ടെന്ന് അവളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. പഠിപ്പിക്കണമെന്ന് കുറേ കാര്യങ്ങളെ വിട്ടുകളയാനും തള്ളിക്കളയാനും ബോധപൂർവ്വം മക്കളെ പഠിപ്പിക്കേണ്ട കാലഘട്ടമായത്. പറയട്ടെ, യാതൊരു ടോളറൻസും ഇല്ലാതെയാണ് ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നത്. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കില്ല. മക്കൾ ഇത്രമാത്രം സെൻസിറ്റീവായിട്ട് വളരുന്നതിൽ അവരായിരുന്ന ചുറ്റുപാടിന് വലിയ പങ്കുണ്ട്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങ് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ട് ആ ഒരു വേദന ജീവിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയാമോ? ഞാൻ പറയാം, അതെല്ലാം തുടങ്ങുന്നത് ഈ ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെയാണ്. നമ്മൾ എത്ര നോ പറഞ്ഞാലും ഹീൽ ചെയ്യപ്പെടേണ്ട കുറേ മേഖലകളുണ്ടെന്നേ. കുറേ കാര്യങ്ങളെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ദൈവം മനുഷ്യന് 2 ചെവി തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒരു ചെവി കൂടെ കാര്യങ്ങളെല്ലാം കേൾക്കണം, ആവശ്യമുള്ളത് മാത്രം ഗ്രഹിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. വേണ്ടാത്തതും ആവശ്യമില്ലാത്തത് കേട്ട് അന്നേരം അപ്പുറത്തെ ചെവി കൂടെ കളയാൻ വേണ്ടിയാണ്. അന്ന റോസിൻ്റെ തലയിലിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള റാ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല. ഈ വീഡിയോ 2 കുടുംബങ്ങളെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ടതാണ്. വെള്ളം കയറി ഡ്രസ്സെല്ലാം പോയെന്ന് കേട്ടപാടെ ഞങ്ങൾ പോലും ചോദിക്കാതെ ഡോൺസ് മാജിക്ക് ഒരു പിടി ഡ്രസ്സ് ഞങ്ങൾക്ക് അയച്ചു തന്നു. അതിൻ്റെ അകത്തുണ്ടായിരുന്നതായിരുന്നു അന്ന റോസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ്. നല്ലതല്ലേ? നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. നമ്മുടെ സപ്പോർട്ട് ഒത്തിരി അർഹിക്കുന്ന ഒരു ഫാമിലിയാണത്. ഞാൻ പറയും, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവരവരുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിളിക്കണം, സപ്പോർട്ട് ചെയ്യണം. മരിയയ്ക്കും നോവയ്ക്കും അന്ന റോസിനും മമ്മിക്കും എല്ലാവർക്കും അവരെന്തുമാത്രം ഡ്രസ്സ് അയച്ചു തന്നറിയാവോ? ഒരിക്കൽ പോലും ചോദിച്ചില്ല, ചേട്ടാ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് പോലും. ആവശ്യ നേരത്ത് കൂടെ നിൽക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? പ്രിയമുള്ളവർ, അതുപോലെ അന്ന റോസിൻ്റെ തലയിലുള്ള റായും ക്ലിപ്പും എല്ലാം ലാക്രാഫ്റ്റിൽ നിന്ന് വരുന്നതാണ്. ഇൻസ്റ്റയിൽ ഈ 2 പേജുകൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണേ. ആദ്യം ഡോൺസ് മാജിക്കിനെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കിങ്ങനെ വെബ്സൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് അതെല്ലാം നല്ല സെറ്റായി ഒരുപാട് കളക്ഷനുമായിട്ട് അവരുണ്ട്. ഒരമ്മയുടെയും മക്കളുടെയും വലിയൊരു സ്വപ്നമാണ് ലാക്രാഫ്റ്റ്. ഒരുപാട് നല്ല കളക്ഷനുകളുണ്ട്. ഒരു സാധാരണ പേജ്. ഈ ഓണത്തിന് നമുക്കിവരെ ഒന്ന് ചേർത്ത് പിടിച്ചാലോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അത് ഒത്തിരി അർഹിക്കുന്നവരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുക, കൂടെ ഉണ്ടാവണം. മറക്കരുതേ, ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ.